ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അപ്പോൾ ഇന്നത്തെ വിശേഷവും പ്രമോയൊക്കെ കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ് നാളെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോവുക. അതെ, നമ്മുടെ സച്ചിനെ വഴക്ക് പറയുന്നൊരു ഭാഗമാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് കണ്ടത്. അങ്ങനെ രവീന്ദ്രൻ പറഞ്ഞു, എന്നെ അച്ഛൻ എന്ന് പോലും വിളിച്ചു പോകരുത്, എന്നെ അച്ഛൻ എന്ന് നീ ഇനി മേല വിളിക്കരുത്. നീ ഞാൻ പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് ആ ഒരു വിവാഹം കഴിച്ചത്. ഇപ്പൊ അതിന് ഞാനല്ലേ അപമാനപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നീ എന്നെ അച്ഛൻ എന്ന് വിളിക്കണ്ട, അതിന് നീ അർഹനല്ല എന്ന് പറഞ്ഞു. നമ്മുടെ സച്ചി എന്തും സഹിക്കും, ഏതും സഹിക്കും. പക്ഷെ നമ്മുടെ സച്ചി സഹിക്കാത്തൊരു കാര്യം വേറെ ഒന്നുമല്ല, തൻ്റെ അച്ഛൻ തന്നെ മാറ്റി നിർത്തുന്നതും തൻ്റെ അച്ഛൻ അവഗണിക്കുന്നതും ഒന്നും നമ്മുടെ സച്ചിക്ക് സഹിക്കില്ല. അങ്ങനെ നമ്മുടെ സച്ചി ചങ്കിൽ ഇങ്ങനെ കത്തി കുത്തി കയറുന്ന വേദനയോടുകൂടി തന്നെയാണ് നേരെ രേവതിയുടെ റൂമിലേക്ക് ചെല്ലുന്നത്. അവൾ ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം, അവൾ കാരണം ഇതൊക്കെ സംഭവിക്കുന്നത്, അവൾ ഒറ്റയൊരുത്തി ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞ് നേരെ പോവുകയാണ് റൂമിലേക്ക്. നമ്മുടെ രേവതി ആയിക്കോട്ടെ ഒന്ന് മയങ്ങിപ്പോയിട്ടോ. കാരണം ഇത്ര സമയമായി, 10, 11 മണി 12 മണിയൊക്കെ ആയി. അപ്പം നമ്മുടെ രേവതി രാവിലെ മുതൽ ഓരോ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി. അങ്ങനെ മയങ്ങിച്ചെന്നു. മയങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സച്ചിൻ കയറിയിട്ട് ഢീന്ന് വിളിച്ചു. പെട്ടെന്ന് രേവതി ഞെട്ടിയിട്ട് എന്താന്ന് ചോദിച്ചു. നീ കാരണമേ ഇപ്പം ഞാനാടി ഇവിടെ വേദന അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ രേവതിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. പുള്ളിക്കാരൻ നല്ല ലെവലിലല്ല, ഏതായാലും പുള്ളി വന്നിരിക്കുന്നത് കുടിച്ചു കൂത്താടിയാണ് എന്ന കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെ നമ്മുടെ സച്ചിയോട് രേവതി പറഞ്ഞു, അതെ നിങ്ങൾ എന്തൊക്കെ ഈ കാണിച്ചു കൂട്ടുന്നത്, നിങ്ങൾക്ക് നാണമില്ലേ? ഒരു വീട്ടിലേക്ക് കയറി ഇങ്ങനെ കുടിച്ച് കൂത്താടി വരാൻ നിങ്ങൾക്ക് നാണമില്ല മനുഷ്യ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിച്ചു. അപ്പം പറഞ്ഞു, എൻ്റെ വീട്, എൻ്റെ വീട്ടിൽ ഞാൻ കുടിക്കണോ വേണ്ടയോ എന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്. ഇത് എൻ്റെ റൂം, ഈ റൂമിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. അത് നീ ആരാടി ചോദ്യം ചെയ്യാന്? നിന്നെ എല്ലാവരും കൂടി എൻ്റെ തലയിലങ്ങോട്ട് കെട്ടിവെച്ചതല്ലേ. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി നിങ്ങൾ അങ്ങനെ മിണ്ടിപ്പോകരുത്. നിങ്ങൾ എപ്പോഴും പറയുന്നുണ്ടല്ലോ, നാഴികയ്ക്ക് 40 വട്ടവും പറയുന്നുണ്ട് നിങ്ങളുടെ തലയിലേക്ക് കെട്ടിവെച്ചു, നിങ്ങളുടെ തലയിലേക്ക് കെട്ടിവെച്ചു എന്ന് പറഞ്ഞ്. സത്യത്തിൽ നിങ്ങളുടെ തലയിലേക്ക് കെട്ടിവെച്ചതേ എന്നെയല്ല, എന്നെയാ നിങ്ങളുടെ തലയിലേക്ക്, നിങ്ങളെയാ എൻ്റെ തലയിലേക്ക് കെട്ടിവെച്ചത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിർത്തുന്നുണ്ടോ നിന്റെ അധിക പ്രസംഗം? ദേ നിന്റെ നാക്ക് എന്തോരം ഉണ്ടെന്ന് എനിക്കറിയാം. നീ എൻ്റെ അച്ഛനെ വളച്ച് കയ്യിലെടുത്ത് കുപ്പിയിലാക്കി വെച്ചേക്കല്ലേടി. എൻ്റെ അച്ഛൻ ഇതുവരെ എന്നോട് എതിർത്തൊരു വാക്കു പറയാതിരുന്നിട്ടോ പറയുന്നതല്ല. എന്നെങ്കിലും താമസിച്ചു വന്നാൽ എൻ്റെ അച്ഛൻ എനിക്ക് ഭക്ഷണം വിളമ്പിത്തരും, എൻ്റെ അച്ഛൻ എനിക്ക് വാരിത്തരിക വരെ ചെയ്യും. എന്നിട്ടിപ്പം നീ വന്നതുകൊണ്ട് തന്നെ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് നിനക്കറിയാമോടി? എൻ്റെ അച്ഛൻ എന്നെ അവഗണിച്ചുകൊണ്ടിരിക്കുക ഓരോ ദിവസവും. എൻ്റെ അച്ഛൻ ഇപ്പം എന്നെ കണ്ടുകൂടാ. അതെ, ഈ സച്ചിക്ക് സഹിക്കാനാവില്ല, എല്ലാം ഈ സച്ചി സഹിക്കും. പക്ഷെ എൻ്റെ അച്ഛന് എന്നോട് ദേഷ്യപ്പെടുകയോ എന്നെ അവഗണിക്കുകയോ ചെയ്താൽ അത് ഈ സച്ചി സഹിക്കില്ല. നീ എന്നീ വീട്ടിൽ കാലെടുത്ത് കുത്തിയോ അന്ന് തുടങ്ങിയതാടി എൻ്റെ ഈ ഒരു വിധി. എന്തിനാടി നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്? അന്ന് എൻ്റെ ഏട്ടൻ നിന്നെ കളഞ്ഞിട്ട് പോയെങ്കിലേ നിനക്കങ്ങ് പോയാൽ പോരായിരുന്നു നിന്റെ വീട്ടിലേക്ക്. പിന്നെയും കണ്ണീരും കയ്യുമായിട്ട് അവിടെ നിന്നുകൊണ്ടല്ലേ എൻ്റെ അച്ഛന് സഹതാപം തോന്നിയിട്ട് എന്നെ പിടിച്ച് നിന്നെ ഏൽപ്പിച്ചത്. ദേ അന്ന് തുടങ്ങിയതാ മനുഷ്യന്റെ സ്വൈര്യക്കേട്. എൻ്റെ അച്ഛനായിരുന്നു എൻ്റെ ഏക ആശ്വാസം, അതും നീ നഷ്ടപ്പെടുത്തിയില്ലേടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടങ്ങ് എന്താ പറയുക, ഒരു പെണ്ണും കേൾക്കാൻ പറ്റത്തില്ലാത്ത ആ ഒരു വാക്കുകളൊക്കെ ഉപയോഗിച്ചാണ് നമ്മുടെ രേവതിനെ കുറ്റപ്പെടുത്തിയത്. കുറേ നേരം രേവതി കേട്ടോണ്ട് നിന്നു. എന്നിട്ട് പറഞ്ഞു, അതെ നിങ്ങൾ ശബ്ദിച്ചു പോകരുത്. ദേ എനിക്ക് നാവില്ലാഞ്ഞിട്ടൊന്നുമല്ല, കുടിച്ചു കൂത്താടി വരുന്ന നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യം എനിക്കില്ല. അത്ര മാനേഴ്സ് എനിക്കുണ്ട്. എന്നെ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ വീട്ടിലെ നല്ല രീതിയിലാണ് വളർത്തിയേക്കുന്നത്. ഓഹോ, അപ്പൊ എൻ്റെ അച്ഛൻ എന്നെ വളർത്തിയേക്കുന്നത് എങ്ങനെയാ നീ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായിടി. എൻ്റെ അച്ഛനെ പറഞ്ഞോണ്ടല്ലോ. അതെ, നിങ്ങളുടെ അച്ഛനെ ഞാൻ പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വീട്ടുകാരെയും പറയണ്ട. എൻ്റെ വീട്ടുകാരെ എങ്ങനെ എന്നെ വളർത്തിയതെന്ന് എനിക്കറിയാം. ഞങ്ങൾക്ക് ഒത്തിരി സുഖ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ വളർന്നിടത്തോളം കാലം എൻ്റെ അമ്മയും അച്ഛനും നല്ല രീതിയിൽ തന്നെ, നല്ല സംസ്കാരത്തിൽ തന്നെയാണ് വളർത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ വന്ന് ഇത്രയും ദിവസം ഞാൻ ഒന്നും എതിർത്ത് പറയാതിരുന്നത്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറയായി ഒരു കാര്യം ചെയ്തു നമ്മുടെ സച്ചി. വേറെ ഒന്നുമല്ല, ഒന്നും നോക്കിയില്ല. നമ്മുടെ സച്ചി അങ്ങോട്ട് ചെന്നിട്ട് ഒരൊറ്റ അടി അടിക്കാനും തുടങ്ങി. അതായത് ഈ നേർക്ക് നേർ നിന്ന് പോരാടുക, നേർക്ക് നേർ നിന്ന് ഇങ്ങനെ മുഖത്തോട് മുഖം നിന്ന് സംസാരിക്കുക എന്ന് പറയുന്ന പോലെ എന്നാടി എന്ന് ചോദിച്ചു ഇങ്ങനെ അടുത്തടുത്ത് ചെല്ലുകയൊക്കെ ചെയ്യും, കൈ ഓങ്ങുകയൊക്കെ ചെയ്യുകയും ചെയ്തു. ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് അറിയാൻ തുടങ്ങിയിട്ട് രേവതി പറഞ്ഞു, ഒരിക്കലും ഞാൻ ആർക്കും ഒരു ബാധ്യതയാവണമെന്ന് ഇതുവരെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി. എല്ലാവരും കൂടെ എന്നെ ഒരു കുഴിയിലേക്ക് തള്ളിച്ചാടിച്ചത്. അതിൽ നിന്ന് രക്ഷപ്പെടാനോ ഇപ്പം എന്നെ കൊണ്ട് പറ്റുന്നില്ല. പക്ഷെ
ഇനി എനിക്കിവിടെ നിൽക്കേണ്ട കാര്യമില്ല, നാളെ നേരം വെളുക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പൊക്കോളാം, ദയവ് ചെയ്ത് അതുവരെ എനിക്ക് ഈ റൂമിൽ ഒന്ന് കിടക്കാനുള്ള സൗകര്യം തന്നാൽ മതി എന്ന് പറഞ്ഞപ്പം നീ നാളെ രാവിലെ വീട്ടിൽ പോവോ, നീ പോടി നിന്റെ വീട്ടില്, നീ വീട്ടിൽ പോയാലേ എനിക്ക് സന്തോഷമാകും, പിന്നെ എനിക്ക് എൻ്റെ അച്ഛനെ തിരിച്ചു കിട്ടൂലോ, എൻ്റെ അച്ഛൻ എന്നെ സ്നേഹിക്കൂലോ, ഏത് നേരം രേവതി 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 രേവതി, ഞാൻ മടുത്തടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അങ്ങ് മാറിപ്പോയിട്ടോ. ഭയങ്കര വിഷമത്തോടു കൂടി തന്നെയാണ് നമ്മുടെ രേവതി നിൽക്കുന്നത്. ഇതേ സമയം നേരം പരപരാ വെളുക്കുകയാണ്. നേരം പരപരാ വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി വേറെ ഒന്നും ചിന്തിച്ചില്ല, വീട്ടിലെങ്ങനെയെങ്കിലും പോകണം രേവതിക്ക്. അങ്ങനെ രേവതി ഒരുങ്ങി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ താഴെ ഉണ്ട്. അങ്ങനെ രവീന്ദ്രനോട് പറഞ്ഞു, അച്ഛാ ഞാൻ എൻ്റെ വീട് വരെ ഒന്ന് പോകാന്ന് പറഞ്ഞപ്പം, അതെന്താ മോളെ ഇപ്പം പോകുന്നത്, എനിക്ക് എൻ്റെ അമ്മേനെയും എൻ്റെ അനിയനെയും അനിയത്തിനെയൊക്കെ ഒന്ന് കാണാൻ തോന്നുക, ഞാൻ പോവാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സച്ചി വന്നില്ല, സോറി. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, എങ്കിൽ പിന്നെ മോളൊരു കാര്യം ചെയ്യുക, സച്ചിനെ ഇങ്ങനെ വിളിച്ചോണ്ട് വന്നേന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഇപ്പൊ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞ് നേരെ സച്ചിനെ വിളിക്കാൻ വേണ്ടി റൂമിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി ബാത്റൂമിൽ ഇങ്ങനെ കുളിച്ചിട്ടൊക്കെ ഇറങ്ങി വരിക. അങ്ങനെ നമ്മുടെ സച്ചിയോട് പറഞ്ഞു, അതെ താഴെ വരെ വരാൻ പറഞ്ഞു അച്ഛൻ. താഴെ വരെ അച്ഛൻ വരാൻ പറഞ്ഞതോ, അതിനിപ്പോ നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്, ഞാൻ ഇങ്ങോട്ട് വന്ന വേറെ ഒന്നിനുമല്ല, താഴെ വരെ അച്ഛൻ നിങ്ങളോട് വരാൻ പറഞ്ഞു എന്ന് പറയാൻ വേണ്ടി കയറി വന്നതാ, അല്ലാതെ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാനൊന്നും അല്ല ഞാൻ വന്നതെന്ന് പറഞ്ഞു. അങ്ങോട്ട് നമ്മുടെ രേവതി അങ്ങ് ഇറങ്ങിപ്പോയി. പുറകെ നമ്മുടെ സച്ചിനും ചെന്നു. അപ്പോഴത്തേക്കും തന്നെ ചന്ദ്രമതി അവിടെ വന്നു കേട്ടോ. ചന്ദ്രമതിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി, ചന്ദ്രമതിക്ക് തൃപ്തിയായി കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും. അങ്ങനെ നമ്മുടെ സച്ചിയോട് പറഞ്ഞു, അതെ നീ ഒരു കാര്യം ചെയ്യടാ, ഇവളെ വീട് വരെ ഒന്ന് കൊണ്ടാക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ സച്ചി വേറെ ഒന്നും നോക്കിയില്ല, കാരണം അച്ഛൻ പറയുന്നത് ധിക്കരിക്കില്ല നമ്മുടെ സച്ചി. അങ്ങനെ നേരെ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടി പോവുക. പക്ഷെ നമ്മുടെ രേവതി പോകുന്ന കാര്യവും ഒരെത്തും പിടിയും കിട്ടാതെയാണ് ചന്ദ്ര അവിടെ നിൽക്കുന്നത്. ചന്ദ്രയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. ചന്ദ്ര നോക്കുമ്പോഴത്തേക്ക് എന്താ ഭർത്താവ് ഭാര്യനെ കൊണ്ട് വീട്ടിൽ പോകുന്നു, അപ്പൊ അവര് നല്ല സുഖമായിട്ടാണ് ആയിരിക്കും ജീവിക്കുന്നത് എന്ന ആ ഒരു മൈൻഡ് ഉണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മുടെ ചന്ദ്ര നിൽക്കുന്നത്. ഏതായാലും നമ്മുടെ രേവതി നേരെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിലേക്ക് ആ ഒരു മുറ്റത്ത് ചെന്ന് വണ്ടി ഇങ്ങനെ നിർത്തിയപ്പോൾ നമ്മുടെ രേവതി വണ്ടിക്കകത്തുനിന്ന് ഇറങ്ങിയില്ല കേട്ടോ. അപ്പൊ വണ്ടിക്കകത്തുനിന്ന് ഇറങ്ങാത്തത് കൊണ്ട് തന്നെ, അതായത് ബൈക്കിനാണ് കൊണ്ടുവിട്ടത്, അപ്പം ബൈക്കിനകത്തുനിന്ന് ഇറങ്ങാത്തത് കൊണ്ട് തന്നെ നമ്മുടെ സച്ചി പറഞ്ഞു, നീ ഇറങ്ങുന്നുണ്ടോ മര്യാദയ്ക്ക്, നീ ഇറങ്ങി പോകാൻ പറഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ എന്താ അങ്ങോട്ടേക്ക് കയറി വരണം, അല്ല ഇനിയിപ്പോൾ നിന്റെ വീടിന്റെ അകത്ത് ഞാൻ കൊണ്ടുവരണമെന്ന് ചോദിച്ചപ്പം എന്നെ ആരും കൊണ്ടുവരണ്ട, ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാന്ന് പറഞ്ഞ് രേവതി അവിടെ ഇറങ്ങി. സച്ചി തിരിഞ്ഞു പോലും നോക്കിയില്ല, സച്ചിയുടെ പാട്ടിന് പോയി, തിരിഞ്ഞു പോലും നോക്കിയില്ല കേട്ടോ. അങ്ങനെ രേവതി വിഷമത്തോടു കൂടി വീടിനകത്തേക്ക് കയറി ചെല്ലുകയാണ്. അപ്പം വീടിനകത്തേക്ക് കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്കും അച്ഛൻ്റെ ആ ഒരു ഫോട്ടോ തിണ്ണയിൽ വെച്ചിരിക്കുന്നത്. അങ്ങനെ അതിൽ തിരി കൊളുത്തിയിട്ടില്ല. അങ്ങനെ നമ്മുടെ രേവതി ചെന്നുകൊണ്ട് അതിൽ തിരി കൊളുത്തി. അപ്പം അനിയത്തി കണ്ടപ്പോഴത്തേക്കും തന്നെ ദേ അമ്മേ ദേ ചേച്ചി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് വിളിച്ചു. പക്ഷേ വളരെ സന്തോഷത്തോടു കൂടി ഇറങ്ങി വരേണ്ട അമ്മ സന്തോഷത്തോടു കൂടിയല്ല വന്നിരിക്കുന്നത്. കാരണം നമ്മുടെ രേവതി വന്നതിന്റെ പിന്നിൽ എന്തൊക്കെയോ ചെറിയ സംതിങ് ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ മോൾ എന്താ ഇപ്പം വന്നത്, മോളുടെ ഭർത്താവ് എന്തിയേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്റെ ഭർത്താവ് കൊണ്ടുവിട്ടിട്ട് ഭർത്താവിന്റെ വഴിക്ക് പോയി എന്ന് പറഞ്ഞപ്പം എന്താ മോളെ ഈ പറയുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി അവിടെ നടന്ന കാര്യങ്ങളും സംഭവങ്ങളും ഇങ്ങനെ കുടിച്ചു കൂത്താടിയാണ് വരുന്നത് എന്നും, അങ്ങനെ അയാള് അങ്ങനെ എന്നെ പറയും ഇങ്ങനെ പറയും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പരാതി പറഞ്ഞ് അമ്മയുടെ മടിയിൽ ഇരുന്ന് ഇങ്ങനെ കരയുകയാണ്, അമ്മയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം അമ്മ ആശ്വസിപ്പിക്കുക. അപ്പം നമ്മുടെ അനിയത്തിക്കുട്ടി പറഞ്ഞു, എങ്കിൽ പിന്നെ ചേച്ചി 2-3 ദിവസം ഇവിടെ നിൽക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു, വേണ്ട മോൾ അങ്ങനെ നിൽക്കുകയൊന്നും വേണ്ട, മോളൊരു കാര്യം ചെയ്യണം, മോളുടെ ഭർത്താവുമായിട്ടാണ് ഈ വീട്ടിൽ വന്നതെങ്കിൽ മോൾ എത്ര ദിവസം നിൽക്കുന്നതിനും എനിക്ക് കുഴപ്പമില്ലായിരുന്നു, അല്ലെങ്കിൽ ഭർത്താവ് സ്നേഹത്തോടെ വിട്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇത് ശരിയാവില്ലെന്ന് പറഞ്ഞപ്പോൾ അനിയത്തി പറഞ്ഞു, അതെന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്, ചേച്ചി അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ജീവിക്കണം എന്നാണോ അമ്മ പറയുന്നത്. അതെ, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം, പെണ്ണുങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടവർ തന്നെയാ എന്നിങ്ങനെ അമ്മ പറയാ. അപ്പൊ രേവതി, എനിക്ക് പറ്റില്ല അമ്മ, അവിടെ എനിക്ക് ഒട്ടും പറ്റില്ല, എന്നിട്ടല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത്, എനിക്ക് വയ്യ, അവിടെ നിൽക്കുമ്പോൾ എന്തോ ഒരു ശ്വാസം മുട്ടുന്ന ഫീലാ, എനിക്ക് സത്യത്തിൽ എന്താണെന്ന് എനിക്ക് അറിയില്ല അമ്മ, അതൊരു വീടല്ല, അതൊരു കാരാഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞപ്പം, മോളെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല മോളെ, കാരണം അതാണ് മോളുടെ വീട്, ഇനി മോൾ അതാണ് വീടായിട്ട് കാണേണ്ടത്, അവിടുത്തെ ആൾക്കാരെയാണ് മോളുടെ വീട്ടുകാരായിട്ട് കാണേണ്ടത്. പിന്നെ മോളുടെ അമ്മായിയമ്മ കുറച്ച് ഇതൊക്കെ ദേഷ്യമൊക്കെ പെടുമെങ്കിലും മോളൊരു കാര്യം ഓർക്കണം, മോളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു അച്ഛൻ അവിടെയുണ്ട്, നമ്മുടെ അച്ഛന്റെ മുഖം തന്നെയാണ് ആ അച്ഛനും, അത് നീ മറക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും രേവതി വല്ലാതെ സങ്കടപ്പെടുകയാണ്. അങ്ങനെ പറയാം, മോളൊരു കാര്യം ചെയ്യാം, ഞാനൊരു കാര്യം ചെയ്യാം, മോളുടെ ഈ ഒരു വിവരം വിളിച്ച് അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എന്ന് പറയുമ്പോൾ, ഹേയ് വേണ്ട, വിളിച്ച് പറയണ്ടമ്മേ, അങ്ങനെ വിളിച്ച് പറഞ്ഞാൽ ശരിയാവില്ല, ഞാൻ ഇവിടെ വരെ വരിക എന്ന് പറഞ്ഞിട്ടല്ലേ വന്നത്, എന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ ഞാൻ ഇവിടെ പറഞ്ഞെന്ന് ഓർക്കില്ല അച്ഛന്, അതുകൊണ്ട് വേണ്ട, വിളിച്ച് പറയണ്ട, ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് പോയാൽ പോരെ നിങ്ങൾക്ക്, ഞാൻ ഇവിടുന്ന് പൊക്കോളാന്ന് പറഞ്ഞ് രേവതി അവിടുന്ന് പോവുകയാണ്. ആ ഇടയ്ക്ക് രവീന്ദ്രൻ നേരെ അമ്മേനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, മോളിങ്ങനെ
ഇങ്ങനെയായിരുന്നു സംഭവങ്ങളൊക്കെ. ഏതായാലും മോൾക്ക് ഇവിടെ ഒരു കുറവും വരാതെ ഞാൻ നോക്കിക്കോളാം, ഒരിക്കലും മോൾക്ക് ഒരു കുറവും വരില്ല, അവരെ പതുക്കെ ഞാൻ മാറ്റിയെടുത്തോളാം എന്നൊക്കെ നമ്മുടെ രേവതിയുടെ അച്ഛനല്ല സച്ചിയുടെ അച്ഛൻ വിളിച്ചു പറയുകയാണ് കേട്ടോ. അങ്ങനെ തിരിച്ചെത്തുന്ന രേവതി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ മോൾ എന്താ പെട്ടെന്ന് പോകുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ രാവിലെ മുതൽ ഭക്ഷണം കഴിക്കാതിരുന്ന നമ്മുടെ രേവതിക്ക് വയറ് നിറയെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ് രവീന്ദ്രൻ. ദോശ ചുട്ട് കൊടുക്കുന്നു, അത് ചെയ്ത് ഇത് ചെയ്ത് കൊടുക്കുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി വരുന്നുണ്ട്. സച്ചിക്ക് കൊടുക്കുന്ന ദോശ എന്ന് പറഞ്ഞാൽ ഒരു ദോശയാണ്, ബാക്കി എല്ലാ ദോശയും ചുട്ട് കൊടുക്കുന്നത് ആർക്കാണ്? നമ്മുടെ രേവതിക്കാണ്. ഇത് സച്ചിക്ക് സഹിക്കുന്നില്ല കേട്ടോ. ദോശ അങ്ങനെ ഓരോന്ന് നിന്ന് കഴിപ്പിക്കുകയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ ചന്ദ്ര ദേഷ്യപ്പെട്ടാണ് കേട്ടോ നിൽക്കുന്നത്. ദേഷ്യം എന്ന് പറഞ്ഞാൽ അടങ്ങാത്തീരാത്ത ദേഷ്യമാണ് നമ്മുടെ ചന്ദ്രയ്ക്കുള്ളത്. അപ്പോൾ ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ച് നാളത്തെ വിശേഷം തീരാട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണണോട്ടെ എല്ലാ എപ്പിസോഡുകളും. അപ്പോൾ എല്ലാ എപ്പിസോഡിലും നമ്മൾ ഇടാറുണ്ട്, ഫുൾ വിശേഷവും പ്രമോ വിശേഷവും ഇടാറുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടിനും സഹകരണത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഒക്കെ പ്രതീക്ഷിക്കുകയാണ്. നമ്മളിപ്പോൾ വീഡിയോസ് കുറച്ചിരിക്കുന്ന വേറെ ഒന്നുകൊണ്ടുമല്ല, നമുക്കിപ്പം പ്ലേ ബട്ടൺ കിട്ടാറായിട്ടുണ്ട്. അപ്പോഴത്തേക്കും അതിനിടയിലായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ചെക്കിംഗ് ഒക്കെ വരുമ്പോൾ ഒരു കംപ്ലൈൻറ്റും വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി ഓവറായിട്ട് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് നിങ്ങളോട്, നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട് വീഡിയോ ചെയ്യുന്നതിന്. ഒത്തിരി വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് 8ൻ്റെ പണിയായിരിക്കും അവർ കിട്ടാൻ പോകുക. നമ്മൾ ഈ 1,00,000 സബ്സ്ക്രൈബേഴ്സിനെ ഒപ്പിച്ച് വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര കഷ്ടപ്പെട്ടിട്ട് അത്ര എഫേർട്ട് എടുത്തിട്ടാണ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം. അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പം കുറച്ച് ദിവസത്തേക്ക് കുറച്ച് വീഡിയോസ് ആക്കി ചെയ്തിരിക്കുന്നത്. ഏതായാലും നമുക്ക് വീഡിയോസ് ഇനി നിങ്ങൾക്ക് മുടങ്ങാതെ തന്നെ പ്രതീക്ഷിക്കാം. നമ്മൾ ഇതിലിടുന്ന വിശേഷം സച്ചിയുടെയും രേവതിയുടെയും കഥ, കിരണിൻ്റെയും കല്യാണിയുടെയും കഥ, നന്ദയുടെയും ഗൗതമിൻ്റെയും കഥ, പിന്നെ നമ്മുടെ നയനയുടെയും ആദർശിൻ്റെയും കഥ, ഇത്രയാണ് നമ്മൾ ഇതിലിടുന്നത്. പിന്നെ നമ്മൾ അല്ലു സ്റ്റോറിയിൽ ഇടുന്ന കഥ എന്ന് പറയുന്നത് ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥ, ഗൗരിയുടെയും ശങ്കറിൻ്റെയും കഥയൊക്കെ ആയിരുന്നു. അപ്പം നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥ അതിൽ ഇപ്പം മെയിനായിട്ട് ഇടുന്നുണ്ട്, ഗൗരിയുടെയും ശങ്കറിൻ്റെയും കഥ ഇടുന്നില്ല. അപ്പോൾ എല്ലാം പതുക്കെ ഇട്ട് തുടങ്ങുന്നതായിരിക്കും. ഞാൻ പറഞ്ഞു പ്ലേ ബട്ടണിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പ്ലേ ബട്ടണൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സമ്പൂർണ്ണമായിട്ടും നമ്മുടെ ഈ ഒരു ചാനലുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ ആവശ്യമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.